അപ്പോൾ ഹായ് ഓൾ. അങ്ങനെ ബിഗ് ബോസ് ഫിനാലെ വീക്കിലെ ഡേ 3 ആയിക്കുവാണ് ഇന്ന് ബുധനാഴ്ച. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത്. കുറച്ച് സോഴ്സസ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. കുറച്ച് സോഴ്സസിൽ നിന്ന് ട്രസ്റ്റ് ആയിട്ടുള്ള സോഴ്സാണ്. കുറേ കളികൾ നടക്കുന്നു. ഇതുവരെ ഒരു അനക്കവും ഇല്ലാതിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റിന് വേണ്ടി ഒരുപാട് PR വർക്ക്, ഇപ്പോൾ കാശ് എറിഞ്ഞ് കുറേ PRകൾ ഇറങ്ങി. കുറേ റിവ്യൂസിൻ്റെ ചാനലിലും കുറേ ഏഷ്യാനെറ്റ് ചാനലെല്ലാം കുറേ ബോട്ട് ലൈക്കും ബോട്ട് കമൻസും ബോട്ട് ഫോളോവേഴ്സും ഒക്കെ കയറ്റി ഒരാളെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. അതെന്തുവാണെന്ന് അറിയാൻ വയ്യ. ഞാനിപ്പോൾ ഒരു കാര്യം പറയുവാണ്. കാരണം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ, ബിഗ് ബോസിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ എല്ലാ ലാംഗ്വേജും കൂടും, എല്ലാ ലാംഗ്വേജും എടുക്കും. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ബോട്ടുകളുടെ അല്ലെങ്കിൽ സിസ്റ്റം ജനറേറ്റഡ് ബോട്ടിൻ്റെ സഹായത്തോടു കൂടി ഒരു ടൈറ്റിൽ വിന്നർ വരാൻ പോകുകയാണ് എന്ന് ഇപ്പോൾ പറയേണ്ടി വരും. കാരണം അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് നിൽക്കുവാണ് ഇപ്പം കാര്യങ്ങൾ. ഇനി അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ മിക്കവാറും അങ്ങനെ സംഭവിക്കാം. കാരണം ഇപ്പോൾ എപ്പോഴും ബിഗ് ബോസിൻ്റെ മേക്കേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ലാലേട്ടനെ കൊണ്ട് അവരെപ്പോഴും പറയിപ്പിക്കുന്നതാണല്ലോ, പ്രേക്ഷകരെ നിങ്ങളാണ് ഇത് തീരുമാനിക്കുന്നത് വെച്ചാൽ മാങ്ങ തേങ്ങ എന്നൊക്കെ എപ്പോഴും ബിഗ് ബോസ് പാടിക്കൊണ്ട് നടക്കുന്നൊരു കാര്യമാണല്ലോ. പക്ഷേ അങ്ങനല്ല. സിസ്റ്റം വോട്ട് അല്ലെങ്കിൽ ബോട്ടുകളുടെ വോട്ട് കൊണ്ട് ആരെയും ജയിപ്പിക്കാമെന്ന് ഈ സീസൺ കൊണ്ട് അടിവരയിട്ട് തെളിയിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. കാരണം അർജുൻ എന്നൊരു കണ്ടസ്റ്റൻറ്റ് നമുക്കറിയാം കഴിഞ്ഞ ഒരു ആഴ്ച വരെ ഭയങ്കര ഇൻവിസിബിൾ ആയിട്ടുള്ള ആളായിരുന്നു. ആകപ്പാടെ കോംബോ ശ്രീതുമായിട്ട് കോംബോ എന്ന് പറഞ്ഞാൽ അതൊരു ഫേക്ക്, നമുക്കറിയാം, ഒരു കുക്കപ്പ് ചെയ്തെടുത്തൊരു കോംബോ ആണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല. അങ്ങനെ കോംബോ നാടകം കാണിച്ച് മാത്രം പൊയ്ക്കൊണ്ടിരുന്ന ഒരാൾ, പറയാനൊരു കോണ്ടന്റും ഇല്ല പുള്ളിയുടെ ഭാഗത്ത്. ആകപ്പാടെ പറയാനാണെങ്കിൽ ഇപ്പോൾ അവസാനം വന്ന ആ ഒരു നോറയുടെ ക്യാരക്ടർ സ്വിച്ച് ചെയ്ത് കാണിച്ച ആ ഒരു പരിപാടി മാത്രം കൊള്ളായിരുന്നു. ആ ഒരു ടാസ്ക് പുള്ളി നല്ല ഭംഗിയായിട്ട് ചെയ്യും. അത് ഉള്ളത് പോലെ പറയണമല്ലോ. പക്ഷെ അത് ഒഴിച്ചു നിർത്തിയാൽ പുള്ളി വട്ടപൂജ്യമാണ്. പുള്ളി വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എനിക്ക് ഇപ്പോൾ പുള്ളിയുടെ അടുത്തൊരു വ്യക്തി വൈരാഗ്യം അങ്ങനെ ഒന്നും തന്നെ ഇല്ല. എനിക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ കപ്പ് വെക്കണമെന്നുള്ളൂ. എനിക്കിപ്പോൾ എൻ്റെ ഒരു കണ്ണിൽ ഡിസേർവിംഗ് ആയിട്ടുള്ളത് ഒന്നീ ജിൻഡോ അല്ലെങ്കിൽ ജാസ്മിനാണ്. ഇവർ രണ്ടുപേരും. കാരണം ഇപ്പോൾ ജാസ്മിന് നെഗറ്റീവ് ആണെങ്കിൽ പോലും ഈ സീസണിലെ മെയിൻ കോണ്ടന്റ് ജാസ്മിനായിരുന്നു. പക്ഷെ പുറത്ത് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര നെഗറ്റീവാണ്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ജിൻഡോ ആണ്. ഇപ്പോൾ ഇവർ രണ്ടിൽ ആര് കപ്പ് നോക്കിയാലും എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് അങ്ങനെ ജിൻഡോ മാത്രം ജയിക്കണമെന്ന് എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഫെയർ ആയാൽ മതി, റിസൾട്ട് ഫെയർ ആവണം. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മൾ പ്രേക്ഷകർ ഇത്രയും ഉറ്റുന്നു. കാരണം ബിഗ് ബോസിൻ്റെ സക്സസ് തന്നെ ഓഡിയൻസ് ആണ്. ബിഗ് ബോസ് ഇത്ര ഒരു പോപ്പുലാരിറ്റി കിട്ടിയ റിയാലിറ്റി ഷോ ആയി മാറിയത് ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ്. ഈ ബിഗ് ബോസിൽ നിന്ന് ജയിച്ചു വരുന്ന ആൾക്കാർ ഇത്ര ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടുന്നതും വേറെ ഒരു റിയാലിറ്റി ഷോയ്ക്ക് ഇല്ലാത്തൊരു പ്രേക്ഷക പിന്തുണ കിട്ടുന്നതെല്ലാം ഓഡിയൻസിൻ്റെ ഒരു സപ്പോർട്ട് കാരണം. അപ്പോൾ ഓഡിയൻസിനെ ഇങ്ങനെ മണ്ടന്മാരാക്കരുത്. എനിക്ക് അത്രേ ഉള്ളൂ. റിസൾട്ട് ഫെയർ ആയിരിക്കണം. കാരണം നമ്മൾ ഇത്രയും മെനക്കെട്ട് വോട്ട്സാർ എടുത്ത് വോട്ട് ചെയ്തിട്ട് അതൊന്നും വെക്കാതെ അവസാനം കുറേ പൈസ ഇറക്കി സിസ്റ്റം വോട്ടിൽ ജയിക്കുമെന്ന് പറഞ്ഞാൽ അത് ന്യായമായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ എന്താന്നിരിക്കുക അങ്ങനെ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു വോട്ടിന് 10, 50, 60 പൈസയൊക്കെ ഉള്ളൂ ഒരു വോട്ടിന്. ഇപ്പം അങ്ങനെയൊക്കെയാണ് വെച്ചേക്കുന്നത്. കാരണം ഈ അർജുൻ എവിടെ നിന്നാണെന്ന് അറിയാൻ വയ്യ. ഈ ലാസ്റ്റ് വീക്കിലാണ് കുറേ PRകൾ ഇറങ്ങിയിട്ടുണ്ട് അർജുന് ഫേവർ ചെയ്തുകൊണ്ട്. നോക്കിയാൽ മതി. ഇപ്പോൾ അർജുൻ്റെ ഇപ്പോൾ ഏഷ്യാൻ്റെ പേജിൽ തന്നെ വോട്ട് ഫോർ അർജുൻ ആ ഒരു സാധനത്തിനകത്ത് ഇഷ്ടം പോലെ ബോട്ട് ലൈക്കുകളും. നിങ്ങൾ ജസ്റ്റ് ആ ലൈക്ക് എടുത്ത് ആരൊക്കെയാണ് ലൈക്ക്, നമുക്കറിയില്ല ഈ ബോട്ട് ലൈക്ക് ചെയ്യുന്ന പ്രൊഫൈലൊക്കെ അറിയാമല്ലോ. ഒരു വായിക്കൊള്ളാത്ത പേരുകളും ഒട്ടും ഫോളോവേഴ്സ് ഇല്ലാത്ത അക്കൗണ്ടൊക്കെ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ കമൻറ്റിലായാലും പിന്നെ പുള്ളിക്കാരന് ഫോളോവേഴ്സ് തന്നെ, പുള്ളിക്കാരന് ഫോളോയിങ് 300K 400K എത്ര കണ്ടോ. ഇപ്പോൾ 500K മണ്ടയിലായി പുള്ളിക്ക് പെട്ടെന്ന് ഫോളോവേഴ്സ്. അപ്പോൾ പുള്ളിയെ ജയിപ്പിക്കാനായിട്ടുള്ള ഒരു തന്ത്രം ഭയങ്കരമായിട്ട് നിൽക്കുന്നു. കാരണം സംഭവം എന്ന് വെച്ചാൽ ഇത് എവിടെ നിന്ന് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഈ ബിഗ് ബോസിൻ്റെ ഷോ മേക്കേഴ്സിന് ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കാൻ ഒരു ശതമാനം പോലും താല്പര്യമില്ല. അവർക്ക് ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കുകയേ വേണ്ട. ഇവർ ജാസ്മിനെ വിന്നറാക്കാനാണ് വെച്ചിരുന്നത്. പക്ഷേ ജാസ്മിൻ വിന്നറായാൽ ഇവരുടെ കുറേ കാര്യങ്ങൾ പുറത്തു വരും. ഇപ്പോൾ തന്നെ നിലവിൽ സിബിനും അഖിൽമാരാറും കൂടെ ഇപ്പോൾ ഇന്നൊരു പ്രസ് മീറ്റ് നടത്തിയതേ ഉള്ളൂ. അതിനകത്ത് സിബിൻ ബിഗ് ബോസിൻ്റെ മേക്കേഴ്സിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വകുപ്പുകൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിനും കൂടെ വിന്നറായാൽ അത് ഒരുപാട് ദോഷം ചെയ്യും ബിഗ് ബോസിന്. അപ്പോൾ അതുകൊണ്ട് ജാസ്മിനെ വിട്ടിട്ട് ഇപ്പോൾ അർജുനെ പിടിച്ചേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ്സിൽ കൂടുതൽ സ്ക്രീൻ സ്പേസും കൂടുതൽ പ്രൊമോയിലും എല്ലാം കൂടുതൽ വന്നേക്കുന്നത് അർജുൻ എന്നൊരു വ്യക്തിയാണ്. അർജുൻ എന്നൊരു വ്യക്തിയെ ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. ആകെ പുള്ളി ചെയ്തതെന്ന് പറഞ്ഞാൽ ആ നോറയുടെ ടാസ്ക്കാണ്. അത് ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യും. ഓക്കെ, അത് അർജുൻ അറൗണ്ട് ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ലാൽ സാറിനെ കൊണ്ടുവന്ന് വീക്കെൻഡ് എപ്പിസോഡ് അർജുനെ കുറേ പൊക്കുന്നതും ഭയങ്കരമായിട്ട് അർജുനെ ബൂസ്റ്റപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ പുള്ളി നമുക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി പുള്ളിക്ക് ഫോളോവേഴ്സ് അടിച്ച് കയറ്റുന്നു. അത് കഴിഞ്ഞ് പുള്ളിയുടെ പോസ്റ്റ് ഇടുമ്പോഴത്തേക്ക് കമൻറ്റ് ജിൻഡോയ്ക്ക് സപ്പോർട്ടായിട്ട് വരുന്ന കമൻറ്റൊക്കെ ഡിലീറ്റ് ചെയ്യുന്നു ഏഷ്യാനെറ്റ്. എന്നിട്ട് അർജുൻ്റെ കമൻറ്റ് മാത്രം വെച്ചേക്കുന്നു. കാരണം ഇപ്പോൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ PR ഇവരെ സമീപിച്ചു. ഈ അഫീസ് പിന്നെ വേറെ കുറച്ച് ടീംസുകളുണ്ട് ഈ ബിഗ് ബോസിൻ്റെ മേക്കേഴ്സ് ആയിട്ടുള്ള. ഇവരെ സമീപിച്ചപ്പോഴത്തേക്ക് ഇവരിപ്പോൾ ഇന്നലെ ഇങ്ങനെ ഒരു ചർച്ച വന്നതിൻ്റെ പ്രകാരം ജിൻഡോയ്ക്ക് ഒരുപാട് സപ്പോർട്ട് കയറി ഒരുപാട് വോട്ടുകളായി മാറിയാണ് ജിൻഡോ ഇപ്പോൾ ഒരു ലീഡിങ്ങിലാണ് ഇപ്പോൾ നിലവിൽ ജിൻഡോ നിൽക്കുന്നത്.
അങ്ങനെ കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്തായാലും നാച്ചുറലി അർജുൻ ജയിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ പിന്നെ ഇവരെന്തോ വിചാരിച്ചു, നമുക്ക് പൈസ കൊടുത്ത് സിസ്റ്റം വോട്ട് അടിച്ച് കയറ്റി ജയിക്കാം. അപ്പോൾ അതാണ് നേരത്തെ പറയുകയാണെങ്കിൽ 50-60 ഒരു വോട്ടിന് 50-60 പൈസയേ ഉള്ളൂ. ഒരു 50,000 രൂപ മുടക്കിയ 1 ലക്ഷം വോട്ട് മറിക്കുക. അപ്പോൾ ഒരു 5 ലക്ഷം രൂപ ഇറക്കിയ 10 ലക്ഷം വോട്ട് കിട്ടും. 10 ലക്ഷം വോട്ട് കിട്ടിയാൽ മതി ഒരാൾക്ക് പുഷ്പം പോലെ ജയിച്ചു വരാൻ. ഇപ്പം ഈ 5 ലക്ഷം രൂപ മുടക്കിയ 10 ലക്ഷം രൂപ, കാരണം വിന്നറിന് കിട്ടുന്ന 50 ലക്ഷം രൂപയാണ്. ഈ ഒരു 50 ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞ് ഈ ഒരു 5 ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്ത് തീർക്കാവുന്നുള്ളൂ. ഇപ്പോൾ എവിടെയെങ്കിലും അങ്ങോട്ട് എവിടെയെങ്കിലും മറിച്ച് ഈ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ വിന്നറായി ഇറങ്ങുമ്പോൾ പ്രൈസ് മണി കിട്ടുമ്പോഴത്തേക്ക് അത് കൊടുത്ത് സെറ്റിൽ ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല. അപ്പോൾ അതും കണ്ടുകൊണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിലും ഇതേപോലെ നടന്നിട്ടുണ്ട്. ആ കണ്ടസ്റ്റൻസിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കഴിഞ്ഞ സീസണിലും ഇതാണ് അഖിൽമാരാണ് ഭയങ്കര വോട്ട് കയറി ഭയങ്കര സപ്പോർട്ട്, ഒരിക്കലും തോക്കത്തില്ല എന്നുള്ളൊരു ഗതി വന്നപ്പോൾ വേറെ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ PR ഇതേ കണക്ക് സിസ്റ്റം ജനറേറ്റർ വോട്ട് അടിച്ച് കയറ്റിയിട്ട് എൻ്റെ മുൾ ഷൈൻ, കാരണം അവരുടെ ആണല്ലോ ഇഷ്യൂ, അവരുടെ ക്രെഡിബിലിറ്റി ബാധിക്കാതിരിക്കാൻ വേണ്ടി അവർ ഇത് പിടിക്കുകയും അവർ സമ്മതിക്കാതിരിക്കുകയും അവരങ്ങനെ ഈ വോട്ടുകളെല്ലാം അസാധുവാക്കിയതിൻ്റെ പേരിലാണ് കഴിഞ്ഞ സീസണിൽ അഖിൽമാരുടെ ജയിച്ചത്. അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടസ്റ്റൻറ്റ് കഴിഞ്ഞ സീസണിൽ ജയിച്ചേനെ, കാരണം ഇങ്ങനെ ഒരു ശ്രമം നടക്കുകയും ഇങ്ങനെ വോട്ടടിച്ച് കയറ്റുകയും ചെയ്തു. അത് എൻ്റെ മുൾ ഷൈനിൻ്റെ ശ്രദ്ധയിൽ പെട്ടുകൊണ്ടാണ് അവർ ഇടപെട്ടത്. അപ്പോൾ അതേപോലെ എനിക്ക് പറയാനുള്ളത് ഈ സീസണിലും അവർ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം. അവരും കൂടെ ഒരു ഈ പറഞ്ഞ കണക്ക് ഒരു അയഞ്ഞ മട്ടിൽ നിന്നാൽ ഈ സീസണിൽ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ സിസ്റ്റം വോട്ടിൻ്റെ അനുഭവത്തിൽ ഒരാൾ ജയിക്കും. കാരണം നമുക്കറിയാം ഇപ്പോൾ ഏത് റിവ്യൂസിൻ്റെ ചാനലാണെങ്കിലും സകലമാന പോളിലായാലും എല്ലാ വീഡിയോയുടെ താഴെയും നമുക്കറിയാം എല്ലാവരും ജിൻഡോയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും ജിൻഡോ കപ്പടിക്കണമെന്ന് പറഞ്ഞ് നടക്കുവാണ്. പോളിലൊക്കെ തന്നെയും 60-70% മണ്ടയിലൊക്കെയാണ് ജിൻഡോയുടെ സപ്പോർട്ട്. അപ്പോൾ അത് തന്നെ എത്ര 50K 100K 200K ഒക്കെ വോട്ട് വന്നതിൽ അത്ര ആൾക്കാരിലാണ് ജിൻഡോയ്ക്ക് 60% മണ്ടയിൽ ഒരു ഭൂരിപക്ഷം ഉള്ളത്. അപ്പോൾ അതിൽ ഒരു പകുതി പേരെങ്കിലും വോട്ട് ചെയ്താൽ തന്നെ ജിൻഡോയ്ക്കായിരിക്കും കൂടുതൽ വോട്ട് കിട്ടുന്നത്. സാമാന്യ വോട്ടുകളെല്ലാം എല്ലാവർക്കും മനസ്സിലാവുന്നുള്ളൂ. പിന്നെ എവിടെ നിന്നാണ് ഇത്ര വോട്ടുകൾ വരുന്നത്? അപ്പോൾ ഇവർക്ക് സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ മേക്കേഴ്സ് PR സമീപിച്ചപ്പോൾ അവർ കണ്ണടയ്ക്കാമെന്ന് പറയുകയും നിങ്ങൾ അങ്ങനെ കയറ്റിക്കോ, നിങ്ങൾ സിസ്റ്റം വോട്ട് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കയറ്റിക്കോ, ഞങ്ങൾ കണ്ണടച്ച് തരാം എന്ന് പറയേണ്ട പേരിൽ ഇപ്പോൾ ഈ PR ടീമുകളൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ആൻഡ് ഈ PR ടീം ചെയ്യുന്നത് എന്തുവാ? സംശയം വരാതിരിക്കാൻ വേണ്ടി, ആർക്കും സംശയം വരാതിരിക്കാൻ വേണ്ടി അർജുൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഫോളോവേഴ്സിന് അടിച്ച് കയറ്റുക, അർജുൻ്റെ പോസ്റ്റ് വരുന്നിടത്തൊക്കെ മറ്റേ ലൈക്ക് അടിച്ച് കയറ്റുക, ബോട്ട് ലൈക്കും ബോട്ട് കമൻറ്റും, അങ്ങനെ സകലമായ സിസ്റ്റം ജനറേറ്റർ ആയിട്ടുള്ള സകല കാര്യങ്ങൾ ചെയ്ത് അർജുനെ പൊക്കിക്കൊണ്ട് വരാനാണ് ഇപ്പോൾ കുറേ പേര് നോക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ വന്നിട്ടും അങ്ങനെ വന്നാൽ എന്തായാലും തീർച്ചയായിട്ടും അർജുൻ തന്നെ ജയിക്കും. കാരണം എന്തായാലും നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ, പ്രേക്ഷകർക്ക് ലിമിറ്റ് ഉണ്ട്. കാരണം നമുക്കറിയാം എത്ര പേര് ആൾക്കാർ വോട്ട് ചെയ്യുന്നുള്ളത്. എല്ലാവരും പോയി ഇപ്പോൾ തന്നെ ജിൻഡോയ്ക്ക് ഈ സകലമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ജിൻഡോ കപ്പടിക്കും, ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും പോയി വോട്ട് ചെയ്യണമെന്നില്ല. അതിലും ഒരു കുറച്ച് ആൾക്കാരെ പോയി ഹോട്ട്സ്റ്റാറിൽ പോയി മെനക്കെട്ട് വോട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു 10 ലക്ഷം വോട്ടൊക്കെ ഇതാണെങ്കിൽ 5 ലക്ഷം രൂപ മുടക്കി ഒരു 10 ലക്ഷം വോട്ടൊക്കെ അടിച്ച് കയറ്റിയാൽ ഒരിക്കലും നാച്ചുറൽ വോട്ട്സോടെ ഒരാൾക്ക് ജയിച്ച് കയറാൻ പറ്റത്തില്ല. അങ്ങനെ ജയിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇപ്പോഴത്തെ നിലവിൽ സിറ്റുവേഷൻ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ വോട്ടിങ്ങിൻ്റെ ഒരു ഇത് എന്ന് വെച്ചാൽ ഫസ്റ്റ് ജിൻഡോ തന്നെയാണ്. അതിൽ പിന്നെ ജാസ്മിനാണ് ഒരു ഭയങ്കര ഒരു ഗ്രോത്ത് കാണിച്ചേക്കുന്നത്. കാരണം അർജുനാണ് ഇത്ര നേരം സെക്കൻഡ് നിന്നത്. പക്ഷേ ഇപ്പോൾ ജാസ്മിൻ അർജുനെ കടത്തി വിട്ടിട്ടുണ്ട്. അർജുൻ ഇപ്പോൾ 3ാമതാണ് നിൽക്കുന്നത്. ഞാൻ ബിഗ് ബോസ് ഈ സീസണിൽ ബിഗ് ബോസ് ഫെയർ ആവണമെങ്കിൽ അതിൽ ടോപ്പ് 2 എന്തായാലും ജിൻഡോയ ജാസ്മിനെ വന്നാണ്. കാരണം അർജുൻ ടോപ്പ് 2 വരാൻ ഒട്ടും യോഗ്യതയില്ല. കാരണം പുള്ളി ഒന്നും ചെയ്തിട്ടില്ല. പുള്ളി ആകെപ്പാടെ പുള്ളിയുടെ ഇൻ കേസ് അർജുൻ ജയിച്ചാൽ അർജുൻ്റെ കുറേ കാര്യങ്ങൾ പുറത്ത് വരും. ഒന്നാമത്തെ കാര്യം ഈ ഒരു PR-ൻ്റെ പരിപാടി, അതിൻ്റെ സകലമാന തെളിവുകൾ ഉൾപ്പെടെ പുറത്ത് വരും. അത് കൂടാതെ ജാൻമണിയുമായിട്ടുള്ള ഇപ്പം അത് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ടല്ലോ, പുള്ളിക്കാരത്തെയും കുറേ ഓഡിയോ ഒക്കെ ഇപ്പോൾ ലീക്ക് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥകളെല്ലാം പുറത്ത് വന്ന് അർജുൻ നാർത്തതേ ഉള്ളൂ. അർജുൻ ജയിച്ചാൽ അർജുൻ എക്സ്പോസ് ആവത്തേ ഉള്ളൂ. പുറത്ത് അർജുൻ സകലമാന അർജുൻ്റെ കള്ളത്തരങ്ങളും പുറത്ത് വരും. ഇപ്പം തന്നെ ബിഗ് ബോസിൻ്റെ അകത്ത് തന്നെ ജാൻമണി അർജുനും തമ്മിൽ കുറച്ച് ഉരസൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ശ്രീതു വരെ പോയി അർജുൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും പാസ്റ്റ് ഉണ്ടോ, എന്താണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതായിട്ട് നിൽക്കുന്നത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതൊക്കെ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. അപ്പോൾ അർജുൻ നൈസിന് അത് ഒഴിവായി എന്തൊക്കെയോ കോമഡി അടിച്ചങ്ങ് മാറ്റി. ഇപ്പോൾ ശ്രീധുവിന് വരെ ഡൗട്ട് അടിച്ചു തുടങ്ങി. ജാൻമണി എനിക്ക് തോന്നുന്നു വേറെ ഏതോ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തൊക്കെ എന്തോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അവരെല്ലാം ഒരു ഇതായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്തോന്ന് എനിക്ക് അറിയണം. പക്ഷേ കുറച്ച് ഓഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതിനി നമുക്ക് നോക്കാം. അർജുൻ ജയിച്ച് വരുവാണെങ്കിൽ നമുക്കിതെല്ലാം എക്സ്പോസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പം നിലവിൽ ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇത് എന്തായാലും എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിൻ്റെ മേക്കേഴ്സ് ഈ അഫീസ് അടങ്ങുന്ന എനിക്കൊന്ന് പറയുന്ന 3-4 പേരുണ്ട്. ഇവർ ഇന്റർണൽ മീറ്റിംഗ് നടക്കും. ഇവർക്ക് ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കരുതെന്നും പറഞ്ഞ് സ്റ്റേണായിട്ട് നിൽക്കും. ഇവർക്ക് എനിക്കറിയാൻ വയ്യ, ഈ എല്ലാ സീസണിലും പ്രേക്ഷക സപ്പോർട്ട് കിട്ടി വരുന്നു. ഇപ്പോൾ സീസൺ 4 റോബിനായിരുന്നു, സീസൺ 5 അഖിൽമാരായിരുന്നു, സീസൺ 6 ഇപ്പോൾ ജിൻഡോ. ഈ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നതെന്ന് പറയുകയും ചെയ്യാണ്ട് പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ജയിപ്പിക്കുക. ഇവർക്ക് എന്താണ് ഇത്ര മടി? ഇവർക്ക് എന്താണ് ഇങ്ങനെ വാശി കാണിക്കുന്നത്? ഇവർ പ്രേക്ഷകർ കാണാനല്ലേ ഈ ഷോ നടത്തുന്നത്. ഈ പ്രേക്ഷകർ ഈ ഷോ കണ്ടില്ലെങ്കിൽ ഇവർക്കൊക്കെ ജോലിയുണ്ടോ? ഇല്ല. ഇവർക്കൊക്കെ പണിയുണ്ടോ? ഇല്ല.
ഇവർ തന്നെയല്ലേ ഈ ഷോയെ നശിപ്പിക്കുന്നത്, ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതാണ് ചോദ്യചിഹ്നം. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇനി എൻ്റെ മോൾ ഷൈനിന് മാത്രമേ അവർ കഴിഞ്ഞ സീസൺ ഇതാണെങ്കിൽ ഒരു കണ്ടസ്റ്റൻറ്റിനെ ജയിപ്പിക്കാൻ വേണ്ടി ഇതാണെങ്കിൽ സിസ്റ്റം ജനറേറ്റർ വോട്ടടിച്ച് കയറ്റുകയും ഈ ബിഗ് ബോസിൻ്റെ മേക്കേഴ്സ് കണ്ണടച്ച് നിൽക്കുകയും ചെയ്തു. അവസാനം എൻ്റെ മോൾ ഷൈൻ അവരുടെ ഓഡിറ്റിങ്ങിൽ വന്നപ്പോഴാണ് ഇതെല്ലാം പൊക്കി, അവരെല്ലാം അസാധുവായി കളഞ്ഞു. അപ്പോൾ ഈ സീസണിൽ അതേ കണക്ക് കട്ടായമായിട്ട് നിന്നാൽ മാത്രമേ ഫെയർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് വെച്ചാൽ ആരുടെയും വായിൽ അല്ലെങ്കിൽ ആരുടെയും ചർച്ചയിലില്ലാത്ത കണ്ടസ്റ്റൻ്റായ അർജുൻ വന്ന് ഈ സീസണിൽ ടൈറ്റിൽ വിന്നർ ആവും. അപ്പോൾ എന്തായാലും ടൈറ്റിൽ വിന്നർ ആകുമ്പോഴത്തേക്ക് പുറത്ത് ഭയങ്കര ഒരു പ്രതിഷേധം നടക്കും. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കാണിക്കാനാണ് ഈ അർജുൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും ബാക്കി എല്ലായിടത്തും ഇപ്പോൾ ഫോളോവേഴ്സിനെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. പുള്ളിക്കാരൻ ഫോളോവേഴ്സൊക്കെ നോക്കിയാൽ മനസ്സിലാവും. എല്ലാം ഈ പറയുന്ന കണക്ക് നമുക്കറിയില്ല, ഈ ബോട്ട് സിസ്റ്റം ജനറേറ്റഡ് ആൾക്കാരെന്തോ ഇല്ല, ഒട്ടും ഫോളോവേഴ്സ് ഇല്ലാത്ത വായിക്കൊള്ളാത്ത പേരുകളൊക്കെ ഉള്ള കുറേ അക്കൗണ്ടുകളായിരിക്കും. ഈ സകലമാന യൂട്യൂബ് റിവ്യൂവിൻ്റെ അടിയിൽ ഏഷ്യാനെറ്റിൻ്റെ ഒക്കെ ചാനൽ, ഏഷ്യാനെറ്റിനകത്ത് ഈ പ്രമോ ഒക്കെ ഇടുമല്ലോ ബിഗ് ബോസിൻ്റെ, അതിൻ്റെ താഴെയൊക്കെ ചെന്ന് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് വായിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരുടെ ഇതൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പോൾ എന്താവും നമുക്ക് കണ്ടറിയാം. ഇന്നിപ്പോൾ ബുധനാഴ്ചയായി. ഇപ്പോൾ നിലവിലുള്ള വോട്ടിങ്ങിൽ ജിൻഡോ തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത്. ഇപ്പോൾ ജിൻഡോയ്ക്ക് ഇച്ചിരി ഒരു ലീഡും കയറിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം പുറത്ത് നടക്കുന്നുണ്ട് എന്ന് കണ്ടുകൊണ്ടാവാം ജിൻഡോയ്ക്ക് ഒരു ലീഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ജിൻഡോ ആയിക്കോട്ടെ ജാസ്മിൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വോട്ട് ചെയ്യുക. എന്തായാലും എനിക്ക് ഫെയർ ആയിട്ട് റിസൾട്ട് കിട്ടിയാൽ മതി. അല്ലാതെ ഈ പറയുന്ന കണക്ക് ഇങ്ങനെ GST അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 10-25 ലക്ഷം രൂപ മുടക്കി നമ്മളെപ്പോൾ നോമിനേഷന് വന്നാലും കുറേ സിസ്റ്റം വോട്ട് കയറ്റി നോമിനേഷൻ എല്ലാം പാസ്സായി വന്ന അവസാനം കൊണ്ട് സിസ്റ്റം വോട്ടിൽ കപ്പടിച്ചാൽ പോരെ, എന്ത് എളുപ്പം. അപ്പോൾ അകത്ത് ഒന്നും കാണിക്കാൻ ചുമ്മാ കൈ കെട്ടിയിരുന്നാൽ പോരെ. നമ്മളങ്ങനെ ഒരു 10-25 ലക്ഷം രൂപ മുടക്കി ബിഗ് ബോസിൽ പോയാലും നമുക്ക് ലാഭമാണ്. കാരണം പ്രൈസ് മണി 50 ലക്ഷം രൂപ കിട്ടും. നമ്മൾ ഇവർക്ക് ഒരു 25 ലക്ഷം രൂപ കൊടുത്ത് ഒതുക്കി തീർന്നാലും പിന്നെയും നമുക്ക് 10-25 ലക്ഷം നമ്മളെ കയ്യിരിക്കും. ലാഭപരമായ കച്ചവടം. നമുക്ക് ഫെയിമും കിട്ടും, നമ്മൾ നാലാൾ അറിയുകയും ചെയ്യും, നമുക്ക് പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ചീപ്പായിട്ടുള്ള ഒരു ബിസിനസ് ഇതായിട്ട് മാറിയാൽ ഈ ഷോയുടെ ക്രെഡിബിലിറ്റി ഭയങ്കരമായിട്ട് പോകും. അത് എൻ്റെ മോൾ ഷൈനാണ് അത് മനസ്സിലാക്കേണ്ടത്. അവരുടെ ഷോ ആണ് ഇത് ഏഷ്യാനെറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റാർ ഇന്ത്യയുടെ ഒന്നും ഷോ അല്ല ഇത്. അവർക്കൊക്കെ ഇത് ചുമ്മാ അവരുടെ ചാനലിൽ വരുന്ന റിയാലിറ്റി ഷോ മാത്രം. പക്ഷേ മറ്റ് ക്രെഡിബിലിറ്റി ബാധിക്കുന്ന മറ്റു എൻ്റെ മോൾ, കാരണം അവരാണ് ഈ ഒരു ഷോ കൊണ്ടുവന്നത്, ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് അവരാണ്. അപ്പോൾ അവരെന്തായാലും സ്റ്റേണായിട്ട് നിൽക്കുക, അർഹതപ്പെട്ട ആൾക്കാരെ ജയിപ്പിക്കുക, അത്രയേ ഉള്ളൂ. ഫെയർ ആയിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. ഒരിക്കലും ഞാൻ പറഞ്ഞ അർജുൻ ഒട്ടും ഫെയർ അല്ല. ഇനി അർജുൻ എന്തായാലും എനിക്ക് 101% ഉറപ്പാണ്, നാച്ചുറൽ വോട്ട്സ് വെച്ച് അർജുൻ ഒരിക്കലും ചെയ്യത്തില്ല. കാരണം അർജുൻ ഒന്നും ചെയ്തിട്ടില്ല. ആൾക്കാർ ഒരിക്കലും ഒന്നും ചെയ്യാത്ത ഒരാളെ ജയിപ്പിക്കത്തില്ല, അത് 101% ഉറപ്പാണ്. പിന്നെ ജിൻഡോയുടെ ഭാഗത്ത് ഇപ്പോൾ ജാസ്മിനൊക്കെ പിന്നെയും കുഴപ്പമില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തോന്നും. ജിൻഡോയുടെ ഭാഗത്ത് ആകപ്പെട്ടുള്ള നെറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ആദ്യത്തെ ഒരു 60 ദിവസം പുള്ളിക്കാരൻ പട്ടിക കണക്ക് പണിയെടുത്ത് കുറേ കണ്ടന്റ് ഉണ്ടാക്കി. പക്ഷേ അതിനുശേഷം പുള്ളി ഒന്ന് വീക്കായി. പുള്ളിയുടെ ഭാഗത്ത് നിന്ന് 0 കണ്ടന്റാണ്. പിന്നെ അവിടെ ഇവിടെ ഇച്ചിരി ഒരു കോമഡി കാര്യങ്ങളൊക്കെ വരുന്നില്ല. പുള്ളി വലിയൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ബിഗ് ബോസിൻ്റെ പുറത്താണ് കുറേ കളികൾ നടക്കുന്നത്, അകത്തല്ല. ഈ സീസണിലൊരു പ്രത്യേകത അതാണ്. ഈ സീസണിൻ്റെ ഒരു പകുതിയായപ്പോൾ തൊട്ട് ബിഗ് ബോസിൻ്റെ പുറത്താണ് ഇഷ്ടം പോലെ കളികൾ നടക്കുന്നത്, അകത്ത് ഒന്നുമില്ല. അപ്പം എന്തായാലും ഈ സീസൺ അർഹതപ്പെട്ട ഒരാൾ ജയിക്കട്ടെ. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനിയും കാര്യങ്ങൾ വോട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ജിൻഡോ തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത്. നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുക. എന്തായാലും നമുക്ക് നോക്കാം.